നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഇറാനിൽ കരയുദ്ധത്തിനൊരുങ്ങിയ അമേരിക്ക. ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്ന ഹൂതികൾ. അമേരിക്കയുടെ വിമാനം തകർത്തെന്ന ഇറാൻ. ഗൾഫ് മേഖലയിൽ കേന്ദ്രീകരിച്ച ഇറാന്റെ ആക്രമണം തുടരുന്നു. 1 കോടിയോളം ഇന്ത്യൻ ജനതയെ കാക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മൻ കി ബാത്തിലൂടെ നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി. യുദ്ധപശ്ചാത്തലത്തിൽ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും കപ്പൽ പാതകളുടെ സ്വാതന്ത്ര്യവും പ്രധാന ചർച്ചാ വിഷയമായി. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ സൗദി അറേബ്യയുടെ കര അതിർത്തി വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഗണ്യമായ വർധന. अब मैं आपको भरोसा देता हूं कि यहां बनने वाली बीजेपी एनडीए सरकार केरलम का तेज विकास करेगी. എൻഡിഎ ക്യാമ്പിന് ആവേശമേകി വികസിത കേരളം മുദ്രാവാക്യമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ. എൻഡിഎ വന്നാൽ വികസനം ഗ്യാരണ്ടി എന്ന മോദി. ഇടതുവലതു മുന്നണികളുടെ ഡീൽ ആരോപണം ബിജെപിയുടെ വളർച്ചയെ ഭയക്കുന്നതിന് തെളിവെന്നും പ്രധാനമന്ത്രി. തൃശൂരിനെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. യുഡിഎഫ് പ്രചാരണത്തിന് ആവേശമേകാൻ രാഹുൽ ഗാന്ധി നാളെ കേരളത്തിൽ. അടൂരിലും ആറന്മുളയിലും റോഡ് ഷോ. എസ്ഡിപിഐയുടെ പിന്തുണ അറിയണമെങ്കിൽ അവരോട് ചോദിക്കണമെന്ന മുഖ്യമന്ത്രി. ആരുടെ വോട്ടും തടയാൻ കഴിയില്ലെന്ന് എം.എ. ബേബി. പിണറായി നേരിട്ടാണ് ധാരണയുണ്ടാക്കിയതെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിച്ച വി.ഡി. സതീശൻ. സമയവും സ്ഥലവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും നുണേഷനാണോ നുണറായിയാണോ കൂടുതൽ യോജിക്കുന്നതെന്ന് കാണാമെന്നും വെല്ലുവിളി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.വി.കെ അധ്യക്ഷൻ വിജയ്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരമ്പൂരിലും ജനവിധി തേടും. മത്സരം ടി.വി.കെയും ഡി.എം.കെയും തമ്മിലെന്ന് വിജയ്. ലഹരിമുക്ത തമിഴ്നാടും 12ാം ക്ലാസ് മുതൽ PhD വരെയുള്ളവർക്ക് 20 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും പ്രധാന വാഗ്ദാനങ്ങൾ. വിദ്യാഭ്യാസ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് DMK. വാർദ്ധക്യ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും വാഗ്ദാനം. പഞ്ചാബിൽ വൻ ഭീകരാക്രമണം പദ്ധതി തകർത്ത പോലീസ്. ജമ്മുകശ്മീർ പഞ്ചാബ് പോലീസ് സംയുക്ത ഓപ്പറേഷനിൽ ലഷ്കർ കമാൻഡർ അടക്കം 2 പാക് ഭീകരർ പിടിയിൽ. ലഷ്കർ-ഇ-തോയ്ബ മൊഡ്യൂൾ പഞ്ചാബിലേക്കും വ്യാപിക്കുന്നതായി സംശയം. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. അമേരിക്കൻ നാവികസേനയായ USS ട്രിപ്പോളി മേഖലയിൽ എത്തിയതിന് പിന്നാലെ യുദ്ധം നേരിടാൻ തങ്ങൾ സജ്ജരാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിൻ ഉത്തര കൊറിയ പരീക്ഷിച്ചതും സ്ഥിതിഗതികൾ ആശങ്കാജനകമാക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ാം തീയതി ആരംഭിച്ച US ഇസ്രായേൽ ഇറാൻ യുദ്ധം 2ാം മാസത്തിലും ശമനമില്ലാതെ തുടരുകയാണ്. ഏകദേശം 3500 സൈനികരുമായി അമേരിക്കൻ പടക്കപ്പൽ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് കടന്നതിന് പിന്നാലെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായത്. ആഴ്ചകൾ നീളുന്ന കരയുദ്ധത്തിനുള്ള പദ്ധതികൾ പെന്റഗൺ തയ്യാറാക്കുന്നുണ്ടെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന് അനുമതി നൽകുമോ എന്നത് നിർണായകമാണ്. അമേരിക്കൻ സൈനികർ ഇറാൻ മണ്ണിൽ കാലുകുത്തിയാൽ അവർക്ക് മേൽ തീമഴ പെയ്യുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് മുന്നറിയിപ്പും നൽകി. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പരസ്യമായി പറയുകയും അതിനിടെ രഹസ്യമായി കരയുദ്ധത്തിന് കോപ്പുകൂട്ടുകയുമാണ് അമേരിക്ക ചെയ്തതെന്നും അദ്ദേഹം വിമർശിച്ചു. ഒരു കരയുദ്ധത്തിന് ഇറാൻ സൈന്യവും പൂർണ്ണ സജ്ജമാണെന്നാണ് ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിൻ ഉത്തര കൊറിയ പരീക്ഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രത്തിന്റെ പരമാധികാരിയായ കിം ജോങ് ഉന്നിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണമെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്നത് ആഗോള ഭീകരവാദവും അധിനിവേശവുമാണെന്ന് കുറ്റപ്പെടുത്തി കിം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് പരീക്ഷണം നടത്തിയത്. ഇസ്രായേലിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ അയച്ച് യുദ്ധത്തിൽ പങ്കുചേർന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന സൂചനയാണ് ഹൂതികളും നൽകുന്നത്. യമൻ തീരത്തെ ബാബ് അൽ മാൻഡബ് കടലിടുക്കിലൂടെ പോകുന്ന ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെയാകും പ്രധാനമായും ഹൂതികൾ ലക്ഷ്യമിടുക എന്നാണ് കരുതുന്നത്. ഇറാനൊപ്പം ഹൂതികളും ഉത്തര കൊറിയയും ചേരുന്നതോടെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് ബഹ്റൈൻ തങ്ങളുടെ സമുദ്രപരിധിയിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
ഒരു മാസമായി ഇസ്രായേൽ US സഖ്യം ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കുചേരുന്ന യമനിലെ ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഇറാനെതിരായ അധിനിവേശ നീക്കം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചാണ് ഇറാന്റെ കൂട്ടാളികൾ യുദ്ധത്തിൽ പങ്കുചേർന്നത്. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഹൂതികൾ ഇസ്രായേലിനെ നേരിട്ട് ലക്ഷ്യമിടുന്നത്. ഇതോടെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുമെന്ന ആശങ്ക ശക്തമാണ്. ഒരു മിസൈൽ ഇസ്രായേൽ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേലിന്റെ കടന്നാക്രമണം അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന സൂചനയാണ് ഹൂതികൾ നൽകുന്നത്. യമൻ തീരത്തെ ബാബൽ മണ്ഡബ് കടലിടുക്കിലൂടെ പോകുന്ന ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെയാകും പ്രധാനമായും ഹൂതികൾ ലക്ഷ്യമിടുക എന്നാണ് കരുതുന്നത്. അതിനിടെ ടെഹ്റാനിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ലബനനിൽ 3 മാധ്യമപ്രവർത്തകരും 1 സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്ന ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ള നേരത്തെ യുദ്ധത്തിൽ കക്ഷി ചേർന്നിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ ലബനനിൽ നടത്തുന്ന ആക്രമണത്തിൽ 1100 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. 2023 ഗാസയിൽ ഇസ്രായേലും ഹമാസും യുദ്ധം തുടങ്ങിയപ്പോൾ പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ചിരുന്നു. സുയസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ചെങ്കടലിലേക്കും യുദ്ധം പടർന്ന് സുയസ് കനാൽ പ്രതിസന്ധിയായി പരിണമിച്ചാൽ ആഗോള സാമ്പത്തിക സാഹചര്യം വീണ്ടും മോശമാകും. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ ചരക്കിടനാഴിയാണ് സുയസ്. ആഗോള ചരക്ക് നീക്കത്തിന്റെ 12% ഇതിലൂടെയാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധമുയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. ആശങ്ക പടർത്തുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കേണ്ടതില്ലെന്നും മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിച്ച അറബ് രാഷ്ട്രങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഏകദേശം 1 കോടിയോളം ഇന്ത്യൻ പൗരന്മാർ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും നൽകുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് അഗാധമായ നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. मैं गल्फ कंट्रीज का बहुत आभारी हूं. वे ऐसे 1 करोड़ से ज्यादा भारतीयों को वहां पर हर प्रकार की मदद दे रहे हैं. കഴിഞ്ഞ 1 മാസമായി പശ്ചിമേഷ്യയിലെ രൂക്ഷമായ സംഘർഷം ഇന്ധന പ്രതിസന്ധി ഉൾപ്പെടെ ലോകത്ത് നിരവധി വെല്ലുവിളികൾക്ക് കാരണമായി. എണ്ണ വിതരണത്തിൽ വൻ പ്രതിസന്ധിയുണ്ടെങ്കിലും ഇതുവരെ നമ്മുടെ രാജ്യത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. വെല്ലുവിളികൾ നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി ആശങ്ക പടർത്തുന്ന വ്യാജ വാർത്തകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വ്യക്തമാക്കി. അഭ്യൂഹങ്ങളും കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രസ്താവനകളും പ്രചരിപ്പിക്കരുത്. സർക്കാർ നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ കണക്കിലെടുക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തി. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും കപ്പൽ പാതകളുടെ സ്വാതന്ത്ര്യവും പ്രധാന ചർച്ചാ വിഷയമായി. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയും സമുദ്ര സുരക്ഷയും എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ഗൗരവമായ ആശങ്കകൾ പങ്കുവച്ചു. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ ഫലമായി ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ സൗദി അറേബ്യയുടെ കര അതിർത്തി ക്രോസിംഗുകളിലൂടെയുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിൽ ഗണ്യമായ വർധന. സൗദി സക്കാത്ത്, നികുതി ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം മാർച്ച് 31-നും 25-നും ഇടയിൽ സൗദിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് 88,109 ട്രക്കുകൾ കടന്നുപോയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചരക്ക് ട്രക്ക് മാർഗം എത്തിച്ചത് UAE-യിലേക്കാണ്. സൗദി UAE അതിർത്തിയിലെ അൽ ബദ്ഹ അതിർത്തി ക്രോസിംഗിലൂടെ 41,229 ട്രക്കുകൾ ചരക്കുകളുമായി കടന്നുപോയിട്ടുണ്ട്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ ആവേശത്തിന്റെ കനൽ കോരിയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. പാലക്കാട്ടെ കൂറ്റൻ പൊതുസമ്മേളനവും തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ ജനസാഗരമാക്കി മാറ്റിയ റോഡ് ഷോയും NDAയുടെ ശക്തി പ്രകടനമായി മാറി. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയത്. പാലക്കാട് മേഴ്സി കോളേജ് മൈതാനത്തിറങ്ങിയ പ്രധാനമന്ത്രിയെ ആവേശകരമായ മുദ്രാവാക്യങ്ങളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. കേരളീയ വേഷമായ മുണ്ടും കുർത്തയും ധരിച്ചെത്തിയ അദ്ദേഹം കോട്ടമൈതാനത്തെ പൊതുസമ്മേളന വേദിയിലേക്ക് നീങ്ങി. വേദിയിൽ പ്രവർത്തകർക്കൊപ്പം ചേർന്ന പ്രധാനമന്ത്രി സദസ്സിനെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാഴ്ത്തി. പ്രിയപ്പെട്ട സഹോദരി
विनीतमय नमस्कारम. മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ച അദ്ദേഹം വികസിത കേരളം തന്റെ ഗ്യാരണ്ടിയാണെന്ന് പ്രഖ്യാപിച്ചു. LDFും UDFും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നും കേരളത്തിന്റെ വികസനത്തിനായി BJPക്ക് ഒരു അവസരം നൽകുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. अब मैं आपको भरोसा देता हूं कि यहां बनने वाली BJP NDA सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी और ये मोदी की गारंटी है. 12 NDA സ്ഥാനാർത്ഥികളും ആയിരക്കണക്കിന് പ്രവർത്തകരും അണിനിരന്ന പൊതുസമ്മേളനം ആവേശോജ്വലമായിരുന്നു. പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം വൈകുന്നേരം തൃശൂരിലെത്തിയ പ്രധാനമന്ത്രിയെ കാത്തിരുന്നത് വർണ്ണാഭമായ സ്വീകരണമായിരുന്നു. തൃശൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ 10,000-ങ്ങളാണ് അണിനിരന്നത്. സ്വരാജ് റൗണ്ടിലെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. തിരഞ്ഞെടുപ്പ് തീയതി അടുത്തിരിക്കെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേരളത്തിലെ NDA ക്യാമ്പുകളിൽ വലിയ ഉണർവാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളെ കേരളത്തിലെത്തിച്ച രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമാക്കാനാണ് NDA ക്യാമ്പിന്റെ നീക്കം. അമൃത ന്യൂസ്, തൃശൂർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നാളെ തുടക്കമാകും. ഹെലികോപ്റ്റർ മാർഗം അടൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി 12:15 അടൂർ KSRTC ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. തുടർന്ന് റോഡ് മാർഗം പത്തനംതിട്ടയിലെത്തുന്ന അദ്ദേഹം ഉച്ചയ്ക്ക് 1 മണിക്ക് പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. പിന്നീട് പ്രമാടത്തു നിന്നും ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് തിരിക്കും. അവിടെ കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്വീകരണ യോഗത്തിലും പുതുപ്പള്ളി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ പൊതുയോഗത്തിലും പങ്കെടുക്കുമെന്നും വരും ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനത്തിനെത്തുമെന്നും ആന്റണി MP, IACC സെക്രട്ടറിമാരായ രുദ്ര രാജു, സരിത എന്നിവർ അറിയിച്ചു. മലപ്പുറത്ത് ഇടതു കേന്ദ്രങ്ങളെ ആവേശത്തിലാഴ്ത്തി മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പര്യടനം. 10 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി. വർഗീയതയുടെ സന്ധി ചെയ്യുന്നവരാണ് UDF എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയും സംസ്ഥാന സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം. മതനിരപേക്ഷതയുടെയും വികസന കാഴ്ചപ്പാടിൻ്റെയും വിളനിലമായി കേരളത്തെ നിലനിർത്തുന്ന ഇടതു സർക്കാരിനെ നുണപ്രചരണത്തിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. രഹസ്യമായി പ്രചരിപ്പിക്കുന്ന നുണയിലൂടെ അപകീർത്തിപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ആകുമോ എന്നാണ് നോക്കുന്നത്. ഇതിന്റെ വക്താക്കളായി ഈ പറയുന്ന വിഭാഗം കേരളത്തിലെ UDF വിലക്കെടുത്തവരും മാറുന്നു എന്നാണ് വസ്തുത. വിലക്കെടുത്ത വിഭാഗങ്ങളുണ്ട്. അതില് നിർഭാഗ്യവശാൽ ഒരു കൂട്ടം മാധ്യമങ്ങളുമുണ്ട്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി, RSS തുടങ്ങിയ സംഘടനകളുമായി അവിശുദ്ധ സഖ്യത്തിലാണ് UDF എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരൂരിലായിരുന്നു ആദ്യ പരിപാടി. തിരൂർ, താനൂർ മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ V. അബ്ദുറഹ്മാൻ, P. മുഹമ്മദ് സമീർ എന്നിവരുടെ കൺവെൻഷനുകൾക്ക് ശേഷം പൊന്നാനി, തവനൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും മുഖ്യമന്ത്രി പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. SDPI CPM ഡീൽ ആരോപണത്തിൽ വാദപ്രതിവാദങ്ങളുമായി നേതാക്കൾ. ആരോപണത്തിൽ കൃത്യമായി മറുപടി പറയാതെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒഴിഞ്ഞുമാറി. അതേസമയം ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധികാരത്തിലെത്താനായി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് നേതാക്കൾ. ഡീലാണ് നിലവിലെ വിഷയം. SDPIയുടെ തെരഞ്ഞെടുപ്പിലെ നിലപാട് സംബന്ധിച്ച് തന്നോടല്ല ചോദിക്കേണ്ടത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോലും ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. മുഖ്യമന്ത്രിയുടെ അതേ പാത തന്നെയാണ് ഇടത് നേതാക്കളും സ്വീകരിച്ചത്. BJPയുമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം ഡീലുണ്ടാക്കിയത് 1960-ലാണ്. പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആരെ തോൽപ്പിക്കാൻ? EMSനെ തോൽപ്പിക്കാൻ വേണ്ടി 1960 തിരഞ്ഞെടുപ്പിൽ ഡീലുണ്ടാക്കി. ഈ ചോദ്യം നിങ്ങൾ ഉന്നയിക്കേണ്ട UDF നേതൃത്വത്തോടാണ്. നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പത്രിക മരവിപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണ് നീക്കുപോക്ക്, ഇടപാട്? എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി LDFന് സഖ്യമുണ്ട്, ഐക്യമുണ്ട്. അതേസമയം SDPI സംസ്ഥാന വ്യാപകമായി CPMന് പിന്തുണ നൽകുന്നുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. കേരളത്തിൽ SDPI CPM തമ്മിൽ പരസ്യധാരണയാണ്. 2 സ്ഥാനാർത്ഥികൾ. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്താൽ മാത്രമാണ് പ്രശ്നമെന്നും PDP LDFന് പിന്തുണ നൽകിയപ്പോൾ അവർ മതേതരവാദിയായി എന്നുമാണ് VD സതീശൻ പറഞ്ഞത്. വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് കാലം LDFന് പിന്തുണ കൊടുത്ത ജമാഅത്ത് ഇസ്ലാമി അവരെ കൂടെ ആയിരുന്നു. അപ്പോൾ അവര് മതേതരവാദികളായിരുന്നു. ഡീൽ ആരോപണം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നുണേഷനാണോ നുണറായിയാണോ കൂടുതൽ യോജിക്കുന്നതെന്ന് നമുക്ക് കാണാം. താനെല്ലാം പഠിച്ചു പറയുന്ന ആളാണ്. തന്നെ എങ്ങനെയെങ്കിലും തകർക്കാനാണ് നുണേഷൻ എന്ന് വിളിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് ഞാൻ തയ്യാറാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും എല്ലാം ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോ വേണമെങ്കിലും സംവാദത്തിന് തയ്യാറാണ്. ഏത് സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഞാൻ വരാൻ തയ്യാറാണ്. എല്ലാ വികസന കാര്യങ്ങളുടെയും കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾ തൊട്ട് ഈ വീടിന്റെ കാര്യം തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എപ്പോഴും സംവാദത്തിന് തയ്യാറാണ്. നുണേശൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട് നുണേശനാണ്. ഡീൽ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് കരുതുന്നില്ലെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. പാർട്ടികൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വേറെ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇഷ്യൂ ഉണ്ടാക്കി ഇങ്ങനെ സംസാരിക്കുന്നതല്ലേ, എനിക്ക് തോന്നുന്നില്ല അതിലെന്തെങ്കിലും കാമ്പിടുന്നുള്ളത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വശത്തുനിന്ന് അങ്ങോട്ട് അടിക്കും, ഇങ്ങോട്ടും അടിക്കും. അതൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. രാഷ്ട്രീയ പാർട്ടികൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ മുദ്രകുത്തുന്നു. മതമല്ല മനുഷ്യന്റെ അടിസ്ഥാനം. ആധുനിക ലോകത്ത് ലോകരക്ഷകർ കുറയുകയാണ്. ലോകരാജ്യങ്ങൾ സമ്പത്തിന്റെ 60% ആയുധങ്ങൾ സംഭരിക്കാൻ നീക്കിവെക്കുന്നു. യുദ്ധങ്ങൾ ലോകത്തിന്റെ സമാധാനം കെടുത്തുകയാണ്. യുദ്ധങ്ങളിൽ ആരും ജയിക്കുന്നില്ലെന്നും കാതോലിക്ക ബാവ ഓശാന ഞായർ സന്ദേശത്തിൽ പറഞ്ഞു. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന മനുഷ്യൻ്റെ അധമ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ മുദ്രകുത്തി ഓരോ സ്ഥാനാർത്ഥികളെയും അങ്ങനെ മറ്റുള്ളവരെയുമൊക്കെ പ്രൊമോട്ട് ചെയ്യുക. യുഎയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയിലെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി അഡ്വക്കേറ്റ് ഡോക്ടർ ഷാജി ജോർജ്, കോർ എപ്പിസ്കോപ്പ സഹവികാരി ഫാദർ റോബിൻസ് ഡാനിയൽ, ഫാദർ ബിബിൻ ബിജോയ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപനും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തയുമായ അഭിവന്ദ്യ സഖറിയ മാർ സേവേറിയോസിസ് മെത്രാപ്പൊലീത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. ഏതാനും ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ സ്തംഭിച്ച യുഎഇയിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു. പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ടും ഗതാഗത തടസ്സങ്ങളും നീക്കി. ദുബായ്, ഷാർജ ഉൾപ്പെടെയുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകളും പുനരാരംഭിച്ചു. മഴ മാറിയെങ്കിലും വാദികൾക്കും ഡാമുകൾക്കും സമീപത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അസ്ഥിര കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ട വിമാന സർവീസുകളും പുനരാരംഭിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം മൂലം യുഎഇയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട സർവീസുകൾ ഉറപ്പുവരുത്തണം. കുവൈറ്റിൽ പ്രവാസികൾക്ക് സിവിൽ ID പുതുക്കൽ കൂടുതൽ ലളിതമാക്കുന്നതിനായി 3 പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ. ഇനി മുതൽ സർവീസ് സെന്ററുകൾ സന്ദർശിക്കാതെ തന്നെ ഓൺലൈൻ മാർഗത്തിലൂടെ അപേക്ഷ സമർപ്പിക്കുകയും പുതുക്കൽ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യാം. www.paci.gov.kw
KW എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നേരിട്ട് അപേക്ഷിക്കാം. കൂടാതെ സാഹൽ മൊബൈൽ ആപ്പിലൂടെ സിവിൽ ID നമ്പർ ചേർത്ത് 188998 എന്ന നമ്പറിലേക്ക് സന്ദേശം അയച്ചാൽ പുതുക്കൽ അപേക്ഷ സമർപ്പിക്കാം. കാർഡിന്റെ നിലവിലെ സ്റ്റാറ്റസ് അറിയാൻ S എന്ന് ടൈപ്പ് ചെയ്ത് സിവിൽ ID നമ്പറിനൊപ്പം അതേ നമ്പറിലേക്ക് സന്ദേശം അയച്ചാൽ മതിയാകും. കുവൈറ്റിലെ പ്രമുഖ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ സുരക്ഷാ ഭീഷണിയോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. നിലവിൽ രാജ്യത്തെ സാഹചര്യം സാധാരണ നിലയിലാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. വിവിധ വാണിജ്യ കേന്ദ്രങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും കാണപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം മുൻകൂട്ടി നിശ്ചയിച്ച സുരക്ഷാ പ്ലാനുകളുടെയും സാധാരണ നടപടിക്രമങ്ങളുടെയും ഭാഗമാണ്. നിലവിലെ പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനും സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രതിരോധ നടപടികൾ മാത്രമാണിതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പ്രചരിപ്പിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യരുതെന്ന് പൊതുജനങ്ങളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സമൂഹത്തിൽ ഭീതി പടർത്തുന്ന രീതിയിൽ കിംവദന്തികൾ പരത്തുന്നവരെ കർശനമായി നിരീക്ഷിക്കുമെന്നും അവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ദുബായ് വേൾഡ് കപ്പ് കുതിരയോട്ട മത്സരം ദുബായിൽ സമാപിച്ചു. അമേരിക്കയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന 4 വയസ്സുകാരൻ കുതിര മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ജോസ് ഓർട്ടിസ് ആയിരുന്നു ജോക്കി. 2000 മീറ്റർ ഡേർട്ട് ട്രാക്കിൽ നടന്ന ഗ്രൂപ്പ് 1 പോരാട്ടത്തിൽ 9 പ്രമുഖ രാജ്യാന്തര കുതിരകളോടാണ് മാഗ്നിറ്റ്യൂഡ് മത്സരിച്ചത്. എമിറേറ്റ്സ് സ്പോൺസർ ചെയ്ത ഏകദേശം 100 കോടി രൂപ ആകെ സമ്മാനത്തുകയുള്ള മത്സരത്തിൽ മാഗ്നിറ്റ്യൂഡിന് $69.6 ലക്ഷം സമ്മാനം ലഭിക്കും. ജപ്പാനിൽ നിന്നുള്ള ഫോറെവർ യങ് 2ാം സ്ഥാനവും ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഉടമസ്ഥതയിലുള്ള UAE കുതിര മെയ്ദാൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടങ്ങിയവർ മത്സരം വീക്ഷിക്കാൻ എത്തിയിരുന്നു. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി അബ്ദുള്ള മിഷാൽ അൽ സബാഹ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ലൂയിജി ഡി മയോയുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷവും രാജ്യത്തിന്റെ സുരക്ഷയും ചർച്ചയുടെ പ്രധാന വിഷയമായി. നിലവിലെ സാഹചര്യത്തിൽ മേഖലയിലെ സുരക്ഷാ നിലപാടുകൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇരുപക്ഷവും ചൂണ്ടിക്കാട്ടി. അതേസമയം കുവൈറ്റ് യൂറോപ്യൻ യൂണിയൻ ബന്ധം കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. കൂടാതെ പ്രതിരോധവും സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാനും ഇരുവരും താൽപര്യം പ്രകടിപ്പിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് TVK അധ്യക്ഷൻ വിജയുടെ കന്നിയംഗത്തിലേക്കാണ്. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും വിജയ് നേരിട്ട് ജനവിധി തേടുമെന്ന പ്രഖ്യാപനം തമിഴക രാഷ്ട്രീയത്തിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണകക്ഷിയായ DMKയുടെ കരുത്തരായ നേതാക്കൾക്കെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് വിസൽ ചിഹ്നത്തിൽ വോട്ട് തേടി വിജയ് കളം നിറയുന്നത്. ലഹരിമുക്ത തമിഴ്നാട് മുതൽ തൊഴിലില്ലായ്മ വേതനം വരെയുള്ള വാഗ്ദാനങ്ങളാണ് TVK നൽകുന്നത്. തമിഴ് മണ്ണ് പുതിയൊരു രാഷ്ട്രീയ യുഗത്തിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുകയാണ്. തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയ് തന്റെ കന്നിയംഗത്തിൽ 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നു. പെരമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും. വെറുമൊരു സ്ഥാനാർത്ഥി പട്ടികയല്ല, മറിച്ച് ജനങ്ങളുടെ രക്ഷകരെയാണ് താൻ അവതരിപ്പിക്കുന്നതെന്ന് വിജയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. C. ജോസഫ് വിജയ് എന്ന പേരിലാണ് വിജയ് ജനവിധി തേടുന്നത്. പെരമ്പൂർ C. ജോസഫ് വിജയ്, തിരുച്ചി കിഴക്ക്. DMK കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് TVKയുടെ പടയൊരുക്കം. മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ കൊളത്തൂരിൽ VS ബാബുവും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ ചെപ്പോക്കിൽ മുൻ കോൺഗ്രസ് നേതാവ് D. സെൽവവും പോരാടും. ജനറൽ സെക്രട്ടറി ആദവ് അർജുന വില്ലിവാക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യൻ ഗോപിച്ചെട്ടിപ്പാളയത്തു നിന്നും TVK ടിക്കറ്റിൽ ജനവിധി തേടും. അഴിമതിക്കാരെയും കൊള്ളക്കാരെയും മാറ്റി നിർത്തി സാധാരണക്കാരുടെ ഭരണം ഉറപ്പാക്കണമെന്നാണ് വിജയുടെ ആഹ്വാനം. ലഹരിമുക്ത തമിഴ്നാട്, ഉന്നത വിദ്യാഭ്യാസത്തിന് 20 ലക്ഷം രൂപയുടെ ധനസഹായം, 29 വയസ്സ് കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാത്തവർക്ക് പ്രതിമാസം 4000 രൂപ വേതനം, പഞ്ചായത്തുകൾ വഴി സർക്കാർ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സമിതികൾ എന്നിവയാണ് TVKയുടെ പ്രധാന വാഗ്ദാനങ്ങൾ. ഏപ്രിൽ 23-ന് 234 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. DMK നേതൃത്വം നൽകുന്ന ഭരണമുന്നണി, AIADMK, BJP ഉൾപ്പെട്ട NDA, PMK ശശികല സഖ്യം എന്നിവർക്കിടയിലേക്ക് TVK കൂടി എത്തുന്നതോടെ തമിഴ്നാട്ടിൽ ഇത്തവണ നടക്കുന്നത് ശക്തമായ ചതുഷ്കോണ പോരാട്ടമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
പഞ്ചാബിൽ ഭീകരാക്രമണ പദ്ധതി തകർത്ത പോലീസ്. കശ്മീർ പഞ്ചാബ് പോലീസ് സേനകളുടെ സംയുക്ത നീക്കത്തിൽ 2 ഭീകരരെയും അവരുടെ സഹായിയെയും പിടികൂടി. പഞ്ചാബിലെ മലർക്കോട്ടലയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതാദ്യമായാണ് ജമ്മു കശ്മീർ പോലീസ് മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് സേനയുമായി ചേർന്ന് ഇത്തരമൊരു തിരച്ചിൽ നടത്തുന്നത്. പഞ്ചാബിൽ ആസൂത്രണം ചെയ്തിരുന്ന വലിയ ഭീകരാക്രമണ പദ്ധതിയാണ് പോലീസ് തകർത്തത്. മലേർകോട്ട്ല ജില്ലയിൽ നിന്നുമാണ് പ്രതികൾ അറസ്റ്റിലായത്. മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനിടയിലായിരുന്നു പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. പ്രതികൾ 15 വർഷത്തിലേറെയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് മലേർകോട്ട്ല നിവാസികൾ പറഞ്ഞു. ഓപ്പറേഷന്റെ പൂർണ്ണ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. തങ്ങളുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭീകരവാദ കേസുകളുടെ അന്വേഷണം കൂടുതൽ ഊർജിതമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ജമ്മു കാശ്മീർ പോലീസിന്റെ പുതിയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഈ പ്രതികളെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജമ്മു കാശ്മീരിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു തീവ്രവാദ കേസിലെ പ്രതികളുമായി സാമ്യമുള്ളതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾ പഞ്ചാബിൽ തുടരുന്നത് എന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ആസൂത്രണം ചെയ്ത ആക്രമണത്തിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്നും ഇതിൽ മറ്റാർക്കോ പങ്കുണ്ടെന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടാതെ ഏതൊക്കെ ബാഹ്യശക്തികളുടെ ഇടപെടൽ ഈ ഭീകരപ്രവർത്തനത്തിന് പിന്നിലുണ്ട് എന്ന കാര്യവും ജമ്മു കാശ്മീർ പോലീസ് അതീവ ഗൗരവത്തോടെ പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഭക്തിയുടെ നിറവിൽ കരിക്കകം പൊങ്കാല നാളെ രാവിലെ 10:15 പണ്ടാരയെടുപ്പിൽ തീ പകരുന്നതോടെ നഗരം യാഗശാലയാകും. മനം നൊന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം നൽകുന്ന അമ്മയ്ക്ക് മുൻപിൽ ഭക്തിപൂർവ്വം പൊങ്കാല അർപ്പിക്കാൻ വർഷം തോറും ലക്ഷക്കണക്കിന് പേരാണ് എത്തുന്നത്. 600 വർഷത്തിലധികം പഴക്കമുള്ള കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നാളെയാണ് ഭക്തിസാന്ദ്രമായ പൊങ്കാല. ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല നടത്തുന്നത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള 7ാം ദിവസത്തെ ഏറ്റവും വിശിഷ്ടമായ ചടങ്ങായ പൊങ്കാല മഹോത്സവം നാളെ ആഘോഷിക്കുകയാണ്. പൊങ്കാലയോടനുബന്ധിച്ച് വിപുലമായ സൗകര്യങ്ങളും ഒരുക്കങ്ങളുമാണ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്രതനിഷ്ഠയോടെ പൊങ്കാല സമർപ്പിച്ചാൽ ആഗ്രഹിച്ചതെല്ലാം സഫലമാകുമെന്നാണ് വിശ്വാസം. രാവിലെ 10:15 ആരംഭിക്കുന്ന പൊങ്കാല ഉച്ചയ്ക്ക് 2:15 തർപ്പണത്തോടുകൂടി അവസാനിക്കും. ഒരു പ്രത്യേക ദിവസം അതിന് ഒരുങ്ങി വന്നിട്ടുള്ള സ്ത്രീകൾ ശരീരവും മനസ്സും അതുപോലെ പരിശുദ്ധമായിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് കൊണ്ടാണ് ഈ സങ്കേതത്തിൽ വന്ന് അവർ സ്വയം പാകം ചെയ്യുന്ന ആ നിവേദ്യ വസ്തു അതാണ്. അത് മുൻപ് ഒന്നിനും ഉപയോഗിക്കാത്തൊരു പാത്രത്തിൽ ഈ നിവേദ്യ വസ്തു തയ്യാറാക്കി അവരത് ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഭഗവതി നേരിട്ട് എഴുന്നള്ളി. അതാണ് ഇവിടുത്തെ ആ ആചാരത്തിൻ്റെ രീതി. അതാണ് സത്യത്തിന് സാക്ഷിയായ ദേവിയാണ് കരിക്കകത്തമ്മ. അമ്മയുടെ തിരുമുൻപിൽ പൊങ്കാല അർപ്പിക്കാൻ നാളെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തും. ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.